ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഐ ആം ഇൽഹാൻ. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സെയിലൊക്കെ തുടങ്ങിയതിന് ശേഷം എനിക്ക് വീട്ടിലുള്ള ചെടികളെ കെയർ ചെയ്യാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് എല്ലാം തന്നെ നശിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി മാത്രം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ് അവിടെ. അപ്പോൾ എല്ലാ തവണയും നമ്മൾ ഫിലോഡൻഡ്രം പ്ലാന്റ്സ് അല്ലെങ്കിൽ പോത്തോസിൻ്റെ വെറൈറ്റീസൊക്കെയാണ് ഞാനിവിടെ ഹാങ് ചെയ്തിടാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നടാനായിട്ട്. അപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പെറ്റൂണിയ പ്ലാന്റ്സ് ആണ്. പെറ്റൂണിയ നിറയെ പൂക്കളുണ്ടാവുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ 4 പോട്ട് ഹാങ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് സിറ്റ് ഔട്ടിലുള്ളത്. അതുകൊണ്ട് ഞാൻ 4 കളർ വെറൈറ്റീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെടിയിൽ മാത്രമാണ് പൂവുള്ളൂ. ബാക്കി 4 കളറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂവുണ്ടായി വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും 4 ചെടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് പോട്ട് ചെയ്യണം ചട്ടിയിലേക്ക്. അപ്പോൾ പോട്ട് മിക്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് വേണം റെഡിയാക്കാനായിട്ട്. കാരണം ചട്ടി ഒരുപാട് വെയിറ്റ് താങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണ് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതേപോലെ ഞാൻ മണലും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മണ്ണും പിന്നെ കുറച്ച് കൊക്കോപീറ്റുമാണ് എടുത്തിട്ടുള്ളത്. കൊക്കോപീറ്റ് കുറച്ചെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പെറ്റൂണിയ പ്ലാന്റ്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതിന് വെള്ളം അധികം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ ഞാൻ മണ്ണൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പെർലൈറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെർമിക്കുലേറ്റും എടുത്തിട്ടുണ്ട്. പെർലൈറ്റും വെർമിക്കുലേറ്റും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെള്ളം നന്നായി വാർന്നു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് വളമായിട്ട്. ഇതെല്ലാം വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ ഞാനൊരു ഫംഗിസൈഡായിട്ട് സാഫും എടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. നല്ല ലൂസായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പോട്ടി മിക്സാണിത്. പോട്ടി മിക്സ് റെഡിയാക്കി ഇനി നമുക്ക് ചട്ടിയിലേക്ക് നട്ടാൽ മതി. ഈ ഡ്രെയിനേജ് ഹോള് അടഞ്ഞു പോവാതിരിക്കാനായിട്ട് ഞാനിതിൻ്റെ അടിയിൽ ക്ലേ ബോൾസ് ആണ് ഇടുന്നത്. ക്ലേ ബോൾസ് ഇടുമ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലേ ബോൾസ് വെള്ളം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും, മണ്ണ് കെട്ടിക്കിടക്കില്ല. അതിട്ട് പോട്ടി മിക്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ ചെടി ഇതിനകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ചെടി ഇരിക്കുന്ന പോട്ടി മിക്സ് കുറച്ച് സ്റ്റിക്കിയാണ്. എന്നാൽ ഒത്തിരി സ്റ്റിക്കി അല്ല, ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിലുള്ളൊരു മണ്ണിലാണ് ഇവർ നട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടിഭാഗത്തുനിന്ന് കുറച്ച് മാത്രം മണ്ണ് കളഞ്ഞിട്ടാണ് ഞാനിത് നട്ട് വയ്ക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, പെറ്റൂണിയ പ്ലാന്റ്സിൻ്റെ തണ്ടുകളും അതുപോലെ അതിൻ്റെ ഇലയൊന്നും ആ മണ്ണിൽ പോട്ട് മിക്സിൽ തൊടാത്ത രീതിയിൽ വേണം പോട്ട് മിക്സ് നിറച്ച് വെക്കാനായിട്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തണ്ടൊക്കെ ചീഞ്ഞ് ചെടി നശിച്ചു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നടുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നടുക. നട്ടതിന് ശേഷം നമ്മൾ സാധാരണ പോലെ തന്നെ വെള്ളം ഒഴിക്കുക, ഷെയ്ഡിൽ വെക്കുക, ഹാങ് ചെയ്തിടുക. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. ഓവർ കെയർ കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് പെറ്റൂണിയ പ്ലാന്റ്സ്. അപ്പോൾ ഇനി ഇവരൊക്കെ ഒന്ന് പിടിച്ചു കിട്ടി പൂക്കളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ്, ഹാങ്ങിങ് ഗാർഡൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.